നമസ്കാരം. എല്ലാവർക്കും ദേവി കൃപ ഗൈഡൻസിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ പോകുന്നത്, ഓൾറെഡി ഞാൻ കോൺസെൻട്രേഷൻ കഴിഞ്ഞിട്ട് വേറെ 2 വീഡിയോ കൂടി ഇട്ടിരുന്നു. കാരണം അത് കുറച്ചും കൂടിയും ഉപയോഗപ്രദമായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യാം +2 കഴിഞ്ഞാൽ എന്നുള്ള ഇത് വീഡിയോ ഇട്ടു. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, കോൺസെൻട്രേഷൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ കുറച്ചും കൂടി നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനിങ് ആൻഡ് ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാക്കാം എന്നുള്ളത്, നമുക്ക് പഠിക്കാൻ സമയമുണ്ടെങ്കിലും എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നറിയാത്തത് കൊണ്ടാണ് നമുക്ക് പലർക്കും പ്രോബ്ലം വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇന്ന് എടുക്കാമെന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ആ ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്, കുറച്ച് വിദ്യാർത്ഥികൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടാവും, ഞാനും കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ഞങ്ങൾ ഫുൾ ഡേ ബിസിയാണ്, പക്ഷെ പഠിച്ചതൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അത് ഓർക്കാൻ കഴിയുന്നില്ല, അതുപോലെ ടൈം കിട്ടുന്നില്ല. സത്യത്തിൽ ഇത് ടൈം ഇല്ലാത്തത് പ്രോബ്ലം അല്ല, പ്ലാൻ ഇല്ലാത്തതാണ് നമ്മുടെ പ്രോബ്ലം കുട്ടികളുടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ പോലും നമ്മൾ പ്ലാൻ ചെയ്യുമില്ലേ, എവിടെ പോകണം, എപ്പോൾ പോകണം, എന്തൊക്കെ കൊണ്ടുപോകണം. അതുപോലെ തന്നെയാണ് നമ്മുടെ പഠനവും. ഇപ്പം പ്ലാൻ ഇല്ലാതെ നമ്മൾ പഠിച്ച റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാം. അപ്പോൾ അതായത് സ്റ്റെപ്പ് 1 ഡെയിലി പ്ലാൻ. ദിവസവും രാവിലെ അല്ലെങ്കിൽ തലേ ദിവസം നിങ്ങൾ അടുത്ത ദിവസം എന്ത് പഠിക്കണം എന്ന് എഴുതി വെക്കുക. നിങ്ങൾക്കിത് ഒരു സില്ലി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ ഒരു പ്ലാൻ പ്രകാരം പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഒരു സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ തോന്നും. അപ്പോൾ ഡെയിലി പ്ലാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രാവിലെ അല്ലെങ്കിൽ തലേ ദിവസം പ്രീവിയസ് നൈറ്റിൽ നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് എഴുതുക. ഒരു 3 തൊട്ട് 5 സബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്യുക. ചെറിയൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, മാത്സിൽ ഒരു 2-3 പ്രോബ്ലം ചെയ്യണം, സയൻസ് ഒരു ലെസൺ റിവിഷൻ ചെയ്യണം. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. പിന്നെ അതിൽ സ്റ്റെപ്പ് 2 ആയിട്ട് ടൈം ബ്ലോക്കിംഗ് ടൈം ടേബിൾ, അതായത് 25 to 30 മിനിറ്റ്സ് സ്റ്റഡി, പിന്നെ 5 മിനിറ്റ്സ് ബ്രേക്ക് ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇത് കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പം അതെന്തായാലും അതേപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ബ്രേക്ക് എടുക്കണം കേട്ടോ. പിന്നെ എല്ലാ സബ്ജക്റ്റിനും പ്രയോറിറ്റി മെത്തേഡ് സ്റ്റെപ്പ് 3 കേട്ടോ. എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾ ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആദ്യം പഠിക്കുക. നമ്മളൊക്കെ എന്താ ചെയ്യുക, എളുപ്പമുള്ള സബ്ജക്റ്റ് ആദ്യം പഠിക്കുക, ഡിഫിക്കൽട്ട് പിന്നെ പഠിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആദ്യം പഠിക്കുക, എന്നിട്ട് ഈസി സബ്ജക്റ്റ് പിന്നെ പഠിക്കുക. ഇപ്പോൾ മോർണിംഗ് ടൈമിൽ നല്ല നേരത്തെയൊക്കെ എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മോർണിംഗ് ടൈമിൽ ടഫ് സബ്ജക്റ്റ് പഠിക്കുക, ഈവനിങ്ങിൽ റിവിഷൻ നടത്തുക. അപ്പം എപ്പോഴും പറയും, അത് തമാശയായിട്ടുള്ള കാര്യമല്ല, രാവിലെ എഴുന്നേറ്റ് പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പിംഗ് പവർ ഉണ്ട്, നമുക്ക് ഗ്രാസ്പിംഗ് പവർ കൂടുതലായിരിക്കും. അത് സത്യമായ കാര്യമാണ്. പിന്നെ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് റിവിഷൻ ടൈം. പഠിച്ചതിനെ റിവൈസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ അത് നമ്മൾ മറക്കും. അപ്പോൾ ഡെയിലി ഒരു 10 to 15 മിനിറ്റ് റിവിഷന് മസ്റ്റായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ, വീക്ക്ലി റിവിഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാഴ്ച പഠിച്ചത് ആ സാറ്റർഡേ സൺഡേ അത് വീക്ക്ലി റിവൈസ് ചെയ്യുക. പിന്നെ മന്ത്ലി റിവൈസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള, അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഇനി സെക്ഷൻ 4 പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. ഇപ്പം ഞാൻ ചില ഇമ്പോർട്ടൻ്റ് ടൈം മാനേജ്മെന്റിന്റെ ടിപ്സ് പറയാം. ഒന്നാമത്തെ, മൊബൈൽ യൂസേജ് കൺട്രോൾ ചെയ്യുക. മൊബൈല് നല്ലതാണ്, നമുക്ക് കുറെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാം, ഒക്കെ ശരിയാണ്. പക്ഷേ മൊബൈല് നമ്മളൊരു ലിമിറ്റഡ് ടൈമിൽ യൂസ് ചെയ്യുക. പിന്നെ സോഷ്യൽ മീഡിയ, വെറുതെ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നാൽ മതി, നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആവും. അപ്പൊ സോഷ്യൽ മീഡിയയ്ക്കും ഒരു ടൈം ലിമിറ്റ് ചെയ്യുക. ഫിക്സഡ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുക. പഠിക്കാനുള്ള ഫിക്സഡ് ടൈം നിങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ചെറിയ ഗോൾസ് അച്ചീവ് ചെയ്യുക. അപ്പം അതായത് ഞാൻ ഈ പ്രാവശ്യം എന്തായാലും ഇന്ന സബ്ജക്റ്റിന് മാർക്ക് വാങ്ങും എന്നുള്ള ഓരോ ചെറിയ ഗോൾ വെക്കുമ്പോൾ
നമുക്ക് അത് അച്ചീവ് ചെയ്താൽ നമുക്ക് അടുത്തതായിട്ട് എനിക്കിനി ഞാനിത് അച്ചീവ് ചെയ്യാൻ പറ്റി, അപ്പം എനിക്കിനി അടുത്തത് അച്ചീവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നുള്ളൊരു മനസ്സിനൊരു എന്താ പറയുക, ആ അച്ചീവ്മെന്റിലേക്ക് എത്താനുള്ള ഒരു ഭയങ്കര ഒരു മോട്ടിവേഷൻ ആവും. അങ്ങനെ അതുകൊണ്ടാണ് ചെറിയ ഗോൾസ് അച്ചീവ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൺസിസ്റ്റൻസി ആണ് സക്സസിന്റെ സീക്രട്ട്. നിങ്ങൾ ചിട്ടയായിട്ട് പഠിത്തം, ടൈം അതിൽ മാനേജ് ചെയ്യുക, അതുപോലെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക, ഇതെല്ലാം നിങ്ങളുടെ പഠിത്തത്തെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ഇന്നത് തീർക്കണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി വരും. അപ്പം തന്നെ നമുക്കത് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, ഇനി സെക്ഷൻ 5 മോട്ടിവേഷൻ. നിങ്ങൾ ഒരു ദിവസം പെർഫെക്റ്റ് ആയി പ്ലാൻ ഫോളോ ചെയ്യാനാവില്ല. എന്താന്ന് വെച്ചാൽ അതിൽ ടെൻഷൻ എടുക്കണ്ട. ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം പെർഫെക്റ്റ് ആയി പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ നിങ്ങൾ അതിൽ ടെൻഷൻ എടുക്കണ്ട. അപ്പൊ എന്ത് ചെയ്യുക, സ്ലോലി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ ഞാൻ ഇന്ന ദിവസം ടൈം ടേബിൾ ഒക്കെ റെഡിയാക്കി, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, സാരില്ല, അടുത്ത ദിവസം അപ്പൊ അതേപോലെ കുറച്ചും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ സ്ലോലി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ചെറിയൊരു പ്രോഗ്രസ് പോലും, ഇന്നത് ഞാൻ എൻ്റെ ടൈമിൽ പഠിച്ചു തീർക്കാൻ പറ്റി എന്നുള്ള ആ ചെറിയൊരു പ്രോഗ്രസ് പോലും നിങ്ങളുടെ വലിയൊരു സക്സസ് ആണ്. ഇത്രയും ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ പഠനം വളരെ ഈസിയാവും മക്കളെ. അതുപോലെ തന്നെ സ്ട്രെസ് കുറയുകയും മാർക്സ് ഇംപ്രൂവ് ചെയ്യും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കൂ. ഓക്കെ, പിന്നെ അതായത് നമ്മൾ ഈ പ്ലാൻ ചെയ്തതെല്ലാം നമ്മുടെ ആക്ഷനിലേക്ക് വരണം. അത് മസ്റ്റായിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ഞാൻ പ്ലാൻ ചെയ്തത് എനിക്ക് ആക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയണം. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കുഴപ്പമില്ല, നെക്സ്റ്റ് ഡേ കുറച്ചും കൂടി പ്രോഗ്രസ് ആവും. അങ്ങനെ നിങ്ങൾ ആ സക്സസ്സിലേക്ക് എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് ഏത് ടോപ്പിക്ക് വേണമെന്ന് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്ക് ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ഹൗ ടു അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ടോപ്പിക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയുക, കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ മക്കളെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.